നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 40 സർഗ 42 സർഗം ഭഗീരഥോൽപത്തി ആണ്. കാലധർമ്മം ഗതേ രാമ സഗരേ പ്രകൃതിജനാഃ രാജാനം രോചയാമാസുരം സുമന്തം സുധാർമികം സ രാജാ സുമഹാനാസീദം സുമാൻ രഘുനന്ദന തസ്യ പുത്രോ മഹാനാസീദ് ദിലീപൈതി വിശ്രുത തസ്മിൻ രാജ്യം സമാവേശ്യ ദിലീപേ രഘുനന്ദന ഹിമവസ്തികരേ രമ്യേ തപസ്തേപേ സുദാരുണം 32 സഹസ്രാണി വർഷാണി സുമഹായശാഃ തപോവനഗതോ രാജാ സ്വർഗം ലേഭേ തപോധന ദിലീപസ്തു മഹാതേജാ ശ്രുത്വാ പൈതാമഹം വധം ദുഃഖോപഹതയാ ബുദ്ധ്യാ നിശ്ചയം നാധിഗച്ഛതി കഥം ഗംഗാവതരണം കഥം തേഷാം ജലക്രിയാ താരയേയം കഥം ചൈനാനിതി ചിന്താപരോ ഭവത്. ഹേ രാമ, സഗര മഹാരാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ മന്ത്രിമാർ മഹാധർമ്മിഷ്ഠനായ അംശുമാനെ രാജാവായി നിശ്ചയിച്ചു. ഹേ രഘുനന്ദന, ആ അംശുമാൻ അദ്ദേഹത്തിന് ദിലീപൻ എന്ന പുകഴാർന്ന അതിയോഗ്യനായ രാജാവായി വാണു. മഹാനായ ഒരു പുത്രൻ ഉണ്ടായി. ഹേ രഘുനന്ദന, ആ ദിലീപങ്കൽ രാജ്യപരിപാലനത്തെ ഏൽപ്പിച്ച് രമ്യമായ ഹിമവത് പർവ്വത ശിഖരത്തിൽ അദ്ദേഹം കടും തപസ്സു ചെയ്തു. അതികീർത്തിമാനായി തപോരാശിയായ ആ രാജാവ് 32,000 സംവത്സരങ്ങൾ തികച്ചും തപോവനത്തിൽ കഴിച്ചവനായി സ്വർഗത്തെ പ്രാപിച്ചു. അതിതേജസ്വിയായ ദിലീപ മഹാരാജാവും മുത്തച്ഛന്മാരെ പറ്റിയുള്ള വധത്തെപ്പറ്റി കേട്ട് ദുഃഖവിവശമായ തൻ്റെ ബുദ്ധി കൊണ്ട് യാതൊരു ഉപായത്തെയും കണ്ടതേയില്ല. എങ്ങനെയാണ് ഗംഗയെ താഴോട്ട് വരുത്തുക, എങ്ങനെയാണ് അവർക്ക് ഉദകക്രിയ ചെയ്യുക, ഇവരെയും എങ്ങനെയാണ് ഞാൻ കരകയറ്റുക എന്നിപ്രകാരം വിചാരത്തോടു കൂടിയവനായി ഭവിച്ചു. തസ്യ ചിന്തയതോ നിത്യം ധർമ്മേണ വിദിതാത്മനഃ പുത്രോ ഭഗീരഥോ നാമ യജ്ഞേ പരമധാർമ്മിക ദിലീപസ്തു മഹാതേജാ യജ്ഞൈർബഹുഭിരിഷ്ടവാൻ 300 സഹസ്രാണി രാജാ രാജ്യമകാരയത് അഗത്വാ നിശ്ചയം രാജാ തേഷാമുദ്ധരണം പ്രതി വ്യാധിനാ നരശാർദൂലകാലധർമ്മമുപേയിവാൻ ഇന്ദ്രലോകം ഗതോ രാജാ സ്വാർജിതേനൈവ കർമ്മണാ രാജ്യേ ഭഗീരഥം പുത്രമഭ്യഷഞ്ജന്നർഷഭം ഭഗീരഥസ്തു രാജർഷിധാർമ്മികോ രഘുനന്ദന അനവദ്യോ മഹാതേജാ പ്രജാ കാമസചാ പ്രജ മന്ത്രിഷ്വാധായ തദ്രാജ്യം ഗംഗാവതരണേരത സതപോ ദീർഘമാദിഷ്ടത് ഗോകർണേ രഘുനന്ദന ഊർധ്വബാഹു പഞ്ചതപാമാസാഹാരോ ജിതേന്ദ്രിയ തസ്യ വർഷസഹസ്രാണി ഘോരേ തപസി തിഷ്ഠത അതീതാനി മഹാബാഹോ തസ്യ രാജ്ഞോ മഹാത്മന സുപ്രീതോ ഭഗവാൻ ബ്രഹ്മ പ്രജാനാം പ്രഭുരീശ്വര. ധർമ്മത്തോടെ സദാ ചിന്ത പൂണ്ടിരുന്ന ആത്മബോധമുള്ളവനായ അദ്ദേഹത്തിന് ഭഗീരഥൻ എന്ന അതിധർമ്മിഷ്ഠനായ ഒരു പുത്രൻ ജനിച്ചു. മഹാതേജസ്സാർന്ന രാജാവായ ദിലീപനും പല പല യാഗങ്ങളെ അനുഷ്ഠിച്ചവനായി 30,000 സംവത്സരങ്ങൾ രാജ്യഭാരം ചെയ്തു. ഹേ നരശ്രേഷ്ഠ, അവരെ കരകയറ്റുന്ന സംഗതിയെക്കുറിച്ച് യാതൊരു ഉപായവും കാണാതെ രാജാവ് വലുതായ ആധി കൊണ്ട് കാലധർമ്മത്തെ പ്രാപിച്ചു. ആ അരജൻ നരശ്രേഷ്ഠനായ തൻ്റെ പുത്രൻ ഭഗീരഥനെ രാജ്യത്തിൽ വാഴിച്ച് താൻ സ്വയം ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി തന്നെ ഇന്ദ്രലോകത്തിൽ ചെന്നു ചേർന്നു. ഹേ രഘുനന്ദന, ധർമ്മിഷ്ഠനും മഹാതേജസ്വിയും രാജർഷിയും ആയ
ഭഗീരഥനും പുത്രഭാഗ്യമില്ലാത്തവനായി പുത്രനെ ആഗ്രഹിച്ചു. പുത്രഹീനനായ അദ്ദേഹവും ആ രാജ്യത്തെ മന്ത്രിമാർ വശം ഏൽപ്പിച്ച് ഗംഗയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ തന്നെ ആസക്തനായി ഭവിച്ചു. ഹേ രഘുനന്ദന, അദ്ദേഹം കൈകൾ പൊക്കിക്കൊണ്ട് പഞ്ചാഗ്നിമധ്യത്തിൽ തപസ് ചെയ്യുന്നവനായി, മാസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുന്നതിനായി, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനായി ഗോകർണം എന്ന താഴ്വരയിൽ കടുതായ തപസ് ചെയ്തു. ഹേ മഹാബാഹോ, ഉഗ്രമായ തപസ്സിൽ വർത്തിച്ചുകൊണ്ടിരുന്നവനായ അദ്ദേഹത്തിന് 1000 സംവത്സരങ്ങൾ കഴിഞ്ഞു. മഹാത്മാവായ ആ രാജാവിൻ്റെ സംഗതിയിൽ പ്രാണികൾക്കെല്ലാം നാഥനും ഈശ്വരനും ഭഗവാനും ആയ ബ്രഹ്മാവ് ഏറ്റവും പ്രസാദിച്ചു. തദ സുരഗണൈഃ സാർദ്ധമുപാഗമ്യ പിതാമഹ ഭഗീരഥം മഹാത്മാനം തപ്യമാനമഥാബ്രവീത്. ഭഗീരഥ മഹാതേജ പ്രീതസ്തേഹം ജനേശ്വര തപസാ ച സുതപ്തേന വരം വരയ സുവൃത. തമുവാച മഹാതേജ സർവലോകപിതാമഹം ഭഗീരഥോ മഹാഭാഗകൃതാഞ്ജലിരുപസ്ഥിതഃ. യദി മേ ഭഗവൻ പ്രീതോ യദ്യസ്തി തപസഫലം സകരസ്യാത്മജാ സർവേ മത്ത സലിലമാപ്നുയു. ഗംഗായാ സലിലക്ലിന്നേ ഭസ്മന്യേഷാം മഹാത്മനാം സ്വർഗം ഗച്ഛേയുരത്യന്തം സർവേ മേ പ്രപിതാമഹാ. ദേയാ ച സന്തതിർദേവ നാവസീദേത് കുലം ജന ഇക്ഷ്വാകൂണാം കുലേ ദേവ യേഷ മേ അസ്തു വരപര. ഉക്തവാക്യം തു രാജാനം സർവലോകപിതാമഹ പ്രത്യുവാച ശുഭാം വാണീം മധുരാം മധുരാക്ഷരാം. തപോധന മഹാഭാഗ ഭഗീരഥ മഹാരഥ ഏവം ഭവതു ഭദ്രം തേ ഇക്ഷ്വാകുകുലവർത്തന. അപ്പോൾ ബ്രഹ്മാവ് ദേവഗണങ്ങളോടുകൂടി അരികിൽ വന്ന് മഹാത്മാവും തപസ് ചെയ്യുന്നവരും ആയ ഭഗീരഥനോടായി ഇപ്രകാരം അരുളി ചെയ്തു. മഹാതേജസ്സാർന്നവനെ, രാജാവേ ഭഗീരഥ, ഭവാനാൽ നന്നായി അനുഷ്ഠിക്കപ്പെട്ട തപസ്സുകൊണ്ട് തന്നെ ഞാൻ പ്രീതനായിരിക്കുന്നു. അല്ലയോ സദ്രുത, വേണ്ട വരത്തെ വരിച്ചുകൊള്ളുക. മഹാതേജസ്വിയും അതിഭാഗ്യവാനുമായ ഭഗീരഥൻ അഞ്ജലീബദ്ധം ചെയ്തവനായി അടുത്തുനിന്ന് ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ചവനായ അദ്ദേഹത്തോട് അറിയിച്ചു. ഭഗവാനെ, എൻ്റെ തപസ്സുകൊണ്ട് ഇന്ദ്രവടി സന്തോഷിച്ചവനെങ്കിൽ, ആ തപസ്സിൻ്റെ ഫലം ഉളവായിരിക്കുന്നുവെങ്കിൽ സഗരമഹാരാജാവിൻ്റെ പുത്രന്മാരെല്ലാവരും എങ്കിൽ നിന്നും ഞാൻ തർപ്പണം ചെയ്ത ഉദകത്തെ കൈക്കൊള്ളുമാറാകണം. മഹാത്മാക്കളായ ഇവരുടെ ഭസ്മം ഗംഗയുടെ ജലം കൊണ്ട് നനയ്ക്കപ്പെട്ട ഉടനെ എൻ്റെ മുതുമുത്തച്ഛന്മാരായ അവർ എല്ലാവരും ശാശ്വതമായ സ്വർഗലോകത്തെ പ്രാപിക്കുമാറാകണം. ഹേ ദേവ, ഇക്ഷ്വാകുക്കളുടെ വംശത്തിൽ എനിക്ക് സന്തതി നൽകണമേ. ഞങ്ങളുടെ വംശവും സന്തതിയറ്റതാകാതിരിക്കണമേ. ഹേ ദേവ, ഇത് ഉത്തമമായ വരമായി ഭവിക്കണമേ. ഇപ്രകാരം ഒരു ചെയ്തവനായ ആ രാജാവോടായി സർവ്വലോക സൃഷ്ടാവ് മംഗളകരവും മധുരവും മനോഹരമായ അക്ഷരങ്ങളോട് കൂടിയതുമായ വാക്യത്തെ മറുപടിയായി അരുളി ചെയ്തു. മഹാഭാഗ്യശാലിൻ, തപോധന, മഹാരഥ, ഹേ ഭഗീരഥ, ഇക്ഷ്വാകു വംശത്തെ വൃദ്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ അപ്രകാരം തന്നെയാകട്ടെ. അങ്ങയ്ക്ക് സകല ഭാഗ്യങ്ങളും ഉളവാകും. ഇയം ഹൈമവതീ ഗംഗാ ജ്യേഷ്ഠാ ഹിമവതസുധാ താം വൈ ധാരയിതും രാജൻ ഹരസ്തത്ര നിയുജ്യതാം. ഗംഗായാ പതനം രാജൻ പൃഥിവീന സഹിഷ്യതി താം വൈ ധാരയിതും വീര നാന്യം പശ്യാമി ശൂലിന. തമേവ മുക്ത്വാ രാജാനം ഗംഗാം ചാഭാഷ്യ ലോകകൃത് ജഗാമ ത്രിദിവം ദേവസഹ സർവൈർമരുദ്ഗണൈഃ. ഈ ഗംഗ ഹിമവാങ്കിൽ നിന്ന് ഉളവായവൾ, ഹിമവാന്റെ മൂത്ത മകൾ. രാജാവേ, അവളെ താങ്ങുവാൻ കഴിവുള്ള പരമശിവൻ തന്നെ അക്കാര്യത്തിനായി പ്രാർത്ഥിക്കപ്പെടട്ടെ. ഹേ രാജാവേ, ഗംഗയുടെ കീഴ്പോട്ടുള്ള ചാട്ടത്തെ ഭൂമി താങ്ങുകയില്ല. ഹേ വീര, അവളെ താങ്ങുന്നതിന് ശൂലപാണിയായ ശങ്കരനല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ആ രാജാവോട് ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ഗംഗയെയും പുകഴ്ത്തി ലോകകർത്താവായ ബ്രഹ്മദേവൻ എല്ലാ മരുദ്ഗണങ്ങളോടും കൂടി ദേവലോകത്തിലേക്ക് യാത്ര ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ ദ്വിചത്വാരിംശ സർഗ 42-ാം സർഗം സമാപ്തം. 43-ാം സർഗം ഗംഗാവതരണം. ഗംഗ ഭൂതലത്തിലേക്ക് വരുന്നത്. ദേവദേവേ ഗതേ തസ്മിൻ
सोऽङ्गुष्ठाग्रनिपीडितां कृत्वा वसुमतीं रामसंवत्सरमुपासद ऊर्ध्वबाहुर्निरालम्बो वायुभक्षो निराश्रय अजलस्ताणुवस्थित्वा रात्रिन्दिवमं तन्त्रित अथ संवत्सरे पूर्णे सर्वलोकनमस्कृत उमापति पशुपति राजानमिदमब्रवीद प्रीतस्तेऽहं नरश्रेष्ठा करिष्यामि तव प्रियं शिरसा धारयिष्यामि ശൈലരാജസുതാമഹം. ഹേ രാമ, ആ ദേവദേവനായ ബ്രഹ്മാവ് എഴുന്നള്ളിയാറെ. ആ ഭഗീരഥൻ ഭൂമിയെ പെരുവിരലിൻ്റെ അഗ്രത്താൽ ഊന്നിക്കൊണ്ട് കൈകൾ ഉയർത്തിയവനായി, യാതൊരു ആലംബവുമില്ലാതെ വായുവെ മാത്രം ഭക്ഷിക്കുന്നവനായി, ഏകാഗിയായി, രാവുപകൽ മടി കൂടാതെ തൂണുപോലെ അനക്കമില്ലാത്തവനായി നിന്നുകൊണ്ട് ഒരു സംവത്സരക്കാലം ഉപാസിച്ചു. അനന്തരം ഒരു സംവത്സരം തികഞ്ഞപ്പോൾ എല്ലാ ലോകരാലും വണങ്ങപ്പെട്ടവനും ഉമാപതിയും ആയ പരമശിവൻ രാജാവിനോടായി ഇപ്രകാരം അരുളി ചെയ്തു: ഹേ നരോത്തമ, നിങ്ങൾ ഞാൻ പ്രീതനായിരിക്കുന്നു. നിന്റെ ഇഷ്ടത്തെ ഞാൻ ചെയ്യുന്നുണ്ട്. പർവ്വതരാജപുത്രിയെ ഞാൻ ശിരസ് കൊണ്ട് താങ്ങിക്കൊള്ളാം. തതോ ഹൈമവതീ ചേഷ്ടാ സർവലോക നമസ്കൃത തഥാ സാധു മഹദ്രൂപം കൃത്വാ വേഗം ചതുസ്സഹം ആകാശാദപതദ്ഗംഗാ ശിവേ ശിവശിരസ്യുത അചിന്തയച്ച സാ ദേവി ഗംഗാ പരമദുർധരാ വിശാമ്യഹം ഹി പാതാളം സ്രോതസ്യാഗൃഹ്യ ശങ്കരം തസ്യാവലേപനം ജ്ഞാത്വാ ക്രുദ്ധസ്തു ഭഗവാൻ ഹര തിരോഭാവയിതും ബുദ്ധിം ചക്രേ തൃണയനസ്തദാ സാ തസ്മിൻ പതിതാ പുണ്യാ പുണ്യേ രുദ്രസ്യ മൂർധനി ഹിമവത് പ്രതിമേ രാമജടാമണ്ഡലഗഹ്വരേ സാ കഥഞ്ചിന്മഹീം ഗന്തും നാശക്നോദ്യഗ്നമാസ്ഥിതാ നൈവ സാ നിർഗമം ലേഭേ ജടാമണ്ഡലമോഹിതാ തത്രൈവാഭ്രമദേവീ സംവത്സരഗണാൻ ബഹൂൻ താമപശ്യൻ പുനസ്തത്ര തവ പരമമാസ്ഥിത സതേന തോഷിതശ്ചാസീദത്യർത്ഥം രഘുനന്ദന വിസസർജ തതോ ഗംഗാം ഹരോ ബിന്ദുസരപ്രതി തസ്യാം വിസൃജ്യമാനായാം സപ്തസ്രോതാംസി ജഞ്ജിരേ ഹാദിനി പാവനി ചൈവ നളിനി ച തഥാ പരാ തിസ്രപ്രാചീം ദിശം ജഗ്മൂർഗംഗാ ശിവജലാശുഭാ. പിന്നെ എല്ലാ ലോകരാലും വണങ്ങപ്പെട്ട ആദ്യത്തെ ഹിമവത് പുത്രിയായ ആ ഗംഗ ആ സമയം ഏറ്റവും വിശാലമായ ആകൃതിയെയും സഹിപ്പാൻ കഴിയാത്ത വേഗത്തെയും കൈക്കൊണ്ട് ആകാശത്തിൽ നിന്ന് മംഗളകരമായ ശിവശിരസിങ്കൽ ഇറങ്ങി. ഈ സംഗതി പ്രസിദ്ധമാണല്ലോ. താങ്ങുവാൻ വളരെ പ്രയാസമുള്ള ഗംഗാദേവിയും ഞാനും ഇപ്പോൾ എൻ്റെ ഒഴുക്കിനാൽ ശിവനെ വഹിച്ചും കൊണ്ട് പാതാള ലോകത്തേക്ക് ചെന്നുകളയാം എന്ന് കരുതി. ഭഗവാൻ മുക്കണ്ണനായ പരമശിവനാകട്ടെ അവളുടെ ഗർവത്തെ അറിഞ്ഞ് കോപിച്ചവനായി ആ സമയം അവളെ മറച്ചു കളവാൻ തീർച്ചയാക്കി. ഹേ രാമ, പുണ്യവതിയായ അവൾ പുണ്യവും ഹിമാലയ സദൃശവും ജഡമുടിയാകുന്ന ഗുഹയോട് കൂടിയതുമായ ആ പരമശിവൻ്റെ ശിരസിൽ ചാടി. അവൾ ഭൂമിയെ എപ്രകാരമെങ്കിലും പ്രാപിപ്പാൻ പ്രയത്നം ചെയ്തവളായി ശക്തയല്ലാത്തവളായി ഭവിച്ചു. ജഡമുടിക്കിടയിൽ ചുറ്റിത്തിരിഞ്ഞ് അവൾ പുറത്തേക്കുള്ള വഴിയെ പ്രാപിച്ചില്ല. ദേവി അവിടെ തന്നെ അനേകം ആണ്ടുകൾ ചുറ്റിത്തിരിഞ്ഞു. അവളെ വീണ്ടും അവിടെ കാണാത്തവനായി ഉഗ്രമായ തപസ്സിനെ ഭഗീരഥൻ കൈക്കൊണ്ടു. ഹേ രഘുനന്ദന, പരമശിവൻ അതിനാൽ ഏറ്റവും സന്തുഷ്ടനായി ഭവിച്ചു. ആ ഹരനും പിന്നെ ബിന്ദു സരസിംഗലേക്കായി ഗംഗയെ വിട്ടയച്ചു. വിട്ടയക്കപ്പെടുന്നവളായ ആ ഗംഗയിൽ 7 പ്രവാഹങ്ങൾ ഉളവായി. ഹ്ലാദിനിയെന്നും പാവനിയെന്നും അപ്രകാരത്തിന് വേറെ നളിനിയെന്നും പുണ്യതീർത്ഥങ്ങളാർന്നവയും നന്നായി ശോഭിക്കുന്നവയും ആയ 3 ഗംഗകൾ കിഴക്കേ ദിക്കുനോക്കി പ്രവഹിച്ചു. സുചക്ഷുശ്ചൈവ സീതാച സിന്ധുശ്ചൈവ മഹാനദീ ത്രിസസ്തോത്വാ ദിശം ജഗ്മു പ്രതീചീം തു ശുഭോദകാ സപ്തമീ ചാന്വകാ താസാം ഭഗീരഥമഹോ നൃപം ഭഗീരഥോപി രാജർഷി ദിവ്യം സ്യന്തനമാസ്ഥിതഃ പ്രായാദഗ്രേ മഹാതേജാ ഗംഗാതം ചാപ്യനുവ്രജത് ഗഗനാശ്ചങ്കരശിരസ്തതോ ധരണിമാസ്ഥിതാ വ്യസർപ്പദജലം തത്ര തീവ്രശബ്ദപുരസ്കൃതം മത്സ്യകശ്ചപസംഘൈശ്ച ശിംശുമാരഗണൈസ്തഥാ പതദ്ഭി
പതിതൈശ്ചാനൈർവ്യരോചത വസുന്ധരാ. തതോ ദേവർഷി ഗന്ധർവാ യക്ഷസിദ്ധഗണാസ്തഥാ വ്യലോകയന്തതാം തത്ര ഗഗനാബ്ഗാം ഗദാം തഥാ വിമാനൈർനഗരാകാരൈർഹയൈർഗജരവൈസ്തഥാ പാരിപ്ലവഗതൈശ്ചാപി ദേവതാസ്തത്ര വിഷ്ടിതാ. തദത്ഭുതതമം ലോകേ ഗംഗാപതനമുത്തമം ദിദൃക്ഷവോ ദേവഗണാ സമേയുരമിത ഊജസഃ സമ്പദദ്ഭി സുരഗണൈസ്തേഷാം ചാഭരണൗജസാ ശതാദിത്യമിവാഭാതി ഗഗനം ഗദതോ യദം. മഹാനദിയായ സുചക്ഷുസും സീതയും സിന്ധുവും ഈ മൂന്നും പുണ്യതീർത്ഥവതികളായി പടിഞ്ഞാറേ ദിക്കിലേക്ക് ഒഴുകി. പിന്നെ അവയിൽ ഏഴാമത്തേതും ഭഗീരഥ മഹാരാജാവിനെ പിന്തുടർന്നു. മഹാതേജസ്വിയും രാജർഷിയും ആയ ഭഗീരഥ ചക്രവർത്തിയും ദിവ്യമായ രഥത്തിൽ കയറിക്കൊണ്ട് മുമ്പിൽ എഴുന്നള്ളി. ഗംഗയും അദ്ദേഹത്തെ പിന്തുടർന്നു. ആകാശത്തിൽ നിന്ന് ശങ്കരൻ്റെ ശിരസിനെയും പിന്നെ ഭൂമിയെയും പ്രാപിച്ചവളായി അവിടെ വമ്പിച്ച എരമ്പലോടുകൂടി വെള്ളത്തെ പരപ്പിച്ചു. ഭൂമി വീണുകൊണ്ടിരുന്ന മീനുകളുടെയും ആമകളുടെയും കൂട്ടങ്ങളാലും മുതലകളുടെ കൂട്ടങ്ങളാലും വീണവയായ മറ്റുള്ളവയാലും അപ്രകാരം തന്നെ ശോഭിച്ചു. അപ്പോൾ ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരുടെയും സിദ്ധന്മാരുടെയും സംഘങ്ങളും ആകാശത്തിൽ നിന്ന് ഭൂമിയെ ആ സമയം അപ്രകാരം പ്രാപിച്ചവളായ ആ ഗംഗയെ അവിടെ നോക്കിക്കൊണ്ടു നിന്നു. പട്ടണത്തോളം വലുപ്പമുള്ള വിമാനങ്ങളോടും പരക്കം പായുന്ന കുതിരകളോടും അപ്രകാരം തന്നെ ഗജശ്രേഷ്ഠന്മാരോടും കൂടി ദേവന്മാർ അവിടെ വന്നു നിരന്നു. ലോകത്തിൽ ഏറ്റവും അത്ഭുതകരവും ഉത്തമവും ആയ ആ ഗംഗാവതരണത്തെ കാണാൻ കൊതിപൂണ്ട അളവറ്റ കാന്തിയുള്ള ദേവസമൂഹങ്ങൾ ഒന്നിച്ചുകൂടിയ ദേവഗണങ്ങളാലും അവരുടെ ആഭരണ കാന്തിയാലും മേഘമില്ലാത്ത ആകാശം 100 സൂര്യന്മാരോട് കൂടിയതെന്ന പോലെ വിളങ്ങി. ശിംശുമാരോരഗണൈർമീനൈരഭിച ചഞ്ചലൈഃ വിദ്യുദ്ഭിരിവ നക്ഷത്രൈരാകാശമഭവത്തദാ പാണ്ഡുരൈ സലിലോത്പീഡൈ കീര്യമാണൈ സമന്തദ ശാരദാ ഭൈരവാകീർണം ഗഗനം ഹംസസംപ്ലവൈ ക്വചിദ്രുതതരം യാതി കുടിലം ക്വചിദായതം വിദദം ക്വചിദുദ്ധൂതം ക്വചിദിത്യാദി ശനൈഃ സലിലേനൈവ സലിലം ക്വചിദഭ്യാഹതം പുനഃ മുഹൂരൂർധപദം ഗത്വാ പപാദവസുധാം പുനഃ വിഷ്ണുപാദാത് പരിഭ്രഷ്ടം പ്ലാവയുത്തേന്ദുമണ്ഡലം തച്ഛങ്ക ഋഷിരോ ഭൃഷ്ടം ഭൂമിതലേ പുനഃ വ്യരോചത തദാതോയം നിർമ്മലം ഗതകൽമഷം. തത്ര ദേവർഷി ഗന്ധർവാ വസുധാതലവാസിന ഭവാംഗപതിതം തോയം പവിത്രമിതി പസ്പൃശു ശാപാത് പ്രഭക്തിദായേജ ഗഗനാദ്വസുധാതലം കൃത്വാ തത്രാഭിഷേകം തേ ബഭൂവുർഗതകൽമഷാ ധൂതപാപാ പുനസ്തേന തോയേനാഥ സുഭാസ്വദാ പുനരാകാശമാവിശ്വസ്വാൻ ലോകാൻ പ്രതിഭേദിരേ. ആ സമയം ആകാശം തുള്ളുന്ന മുതലകൾ, സർപ്പങ്ങൾ ഇവയുടെ കൂട്ടങ്ങളാലും മത്സ്യങ്ങളാലും നക്ഷത്രങ്ങളാലും മിന്നൽ പിണരുകളാലും എന്ന പോലെ വിളങ്ങി. ചുറ്റും പരന്നുകൊണ്ടിരുന്ന വെള്ളത്തിൻ നുരകളാലും വെളുവെളുത്ത അരയന്നങ്ങളുടെ കൂട്ടങ്ങളാലും ശരത്കാല മേഘങ്ങളാൽ എന്നവണ്ണം ആകാശം വ്യാപിക്കപ്പെട്ടു. ചില ദിക്കിൽ അതിവേഗമായും വളഞ്ഞും ചിലയിടം ചൊവ്വായും ഒഴുകുന്നു. ചില സ്ഥലങ്ങളിൽ കീഴോട്ട് ചാടുന്നതായും മേലോട്ട് പൊങ്ങുന്നതായും ചില ദിക്കിൽ മെല്ലെ മെല്ലെ ആയും ഗമിക്കുന്നു. ചില ദിക്കിൽ ഇടയ്ക്കിടെ വെള്ളത്തോടെ കൂട്ടിമുട്ടിയ വെള്ളവും മുകളിലോട്ട് പൊങ്ങി വീണ്ടും ഭൂമിയിൽ പതിച്ചു. വിഷ്ണുപാദത്തിൽ നിന്ന് പുറപ്പെട്ട് ചന്ദ്രമണ്ഡലത്തെ കടന്ന് വീണതായ ആ ജലം അപ്പോൾ പരമശിവന്റെ ശിരസിൽ നിന്ന് ഒഴുകി പിന്നെ ഭൂമിയിൽ കലക്കമറ്റതായും പാപഹരമായും വിളങ്ങി. ഭൂലോക നിവാസികളും ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും അവിടെ ഈശന്റെ തിരുമുടിയിൽ നിന്ന് വീണതായ ആ തീർത്ഥത്തെ പരിപാവനമായതെന്ന് കൊണ്ടാടിക്കൊണ്ട് നീരാടി. യാതൊരുവർ ശാപം മൂലം സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിയെ പ്രാപിച്ച് കുഴങ്ങിക്കൊണ്ടിരുന്നുവോ അവർ അതിൽ സ്നാനം ചെയ്ത് പാപം നീങ്ങിയവരായി ഭവിച്ചു. അതിരമണീയമായ ആ തീർത്ഥത്താൽ വീണ്ടും പാപത്തെ പോക്കിയവരായി പിന്നെ വീണ്ടും ആകാശത്തെ പ്രാപിച്ച് തങ്ങളുടെ ലോകങ്ങളിൽ ചെന്നുചേർന്നു. മുമുദേ മുദിതോ ലോകസ്തേന തോയേന ഭാസ്വതാ കൃതാഭിഷേകോ ഗംഗായാം ബഭൂവ വിഗതക്ലമ ഭഗീരഥോപി
രാജർഷിദിവ്യം ചന്ദനമാസ്ഥിത പ്രായാദഗ്രേ മഹാതേജാസ്തം ഗംഗാപൃഷ്ടനോന്വഗാദ ദേവാസർഷിഗണാ സർവേ ദൈത്യദാനവരാക്ഷസാ ഗന്ധർവയക്ഷപ്രവരാ സകിന്നരമഹോരഗാ സർവാശ്ചാപ്സരസോ രാമ ഭഗീരഥരഥാനുഗാ ഗംഗാമന്വഗമൻ പ്രീതാ സർവേ ജലചരാശ്ചയേ യഥോ ഭഗീരഥോ രാജാ തതോ ഗംഗാ യശസ്വിനി ജഗാമ സരിതാം ശ്രേഷ്ഠാ സർവപാപപ്രണാശിനി തതോ ഹി യജമാനസ്യ ജഗ്നോദ്ഭുത കർമ്മണ ഗംഗാ സംപ്ലാവയാമാസ യജ്ഞവാടം മഹാത്മന തസ്യാവലേപനം ജ്ഞാത്വാ ക്രുദ്ധോ ജഘ്നുശ്ച രാഘവ അഭിപജ്യ ജലം സർവം ഗംഗായാ പരമത്ഭുതം തതോ ദേവാസ ഗന്ധർവാ ഋഷയശ്ച സുവിസ്മിതാഃ പൂജയന്തി മഹാത്മാനം ജഘ്നും പുരുഷസത്തമം ഗംഗാം ചാഭിനയന്തി സ്മ ദുഹൃത്വേ മഹാത്മനാം തതസ്തുഷ്ടോ മഹാതേജാ ശ്രോതാഭ്യാമസ്രജ് പുനഃ തസ്മാജ്ജഘ്നുസുധാ ഗംഗാ പ്രോച്യത്തെ ജാഹ്നവീതിജ. ലോകം ശോഭിക്കുന്ന ആ ജലത്താൽ അകം കുളിർത്തതായി സന്തോഷിച്ച് ഗംഗയിൽ സ്നാനം ചെയ്ത് പാപം നീങ്ങിയതായി ഭവിച്ചു. അതിതേജസ്വിയും രാജർഷിയും ആയ ഭഗീരഥനും ദിവ്യമായ രഥത്തെ ആരോഹണം ചെയ്തവനായി മുമ്പിൽ ചെന്നു. ഗംഗ അദ്ദേഹത്തിൻ്റെ പിന്നാലെ അനുഗമിച്ചു. ഹേ രാമ, എല്ലാ ഋഷിഗണങ്ങളോട് കൂടിയ ദേവന്മാരും ദൈത്യന്മാരും ദാനവന്മാരും രാക്ഷസരും കിന്നരന്മാർ മഹാനാഗങ്ങൾ ഇവരോടുകൂടി ഗന്ധർവശ്രേഷ്ഠന്മാരും യക്ഷശ്രേഷ്ഠന്മാരും എല്ലാ അപ്സരസുകളും ഏവർ ജലനിവാസികളോ അവരും എല്ലാം ഭഗീരഥൻ്റെ രഥത്തെ അനുഗമിക്കുന്നവരായി സന്തോഷത്തോടെ ഗംഗയെ അനുഗമിച്ചു. രാജാവായ ഭഗീരഥൻ ഏതു വഴിക്കോ ആ വഴിയിൽ കൂടി തന്നെ കീർത്തിമതിയും നദികളിൽ വെച്ച ഉത്തമയും സർവ്വപാപഹരയും ആയ ഗംഗ ഗമിച്ചു. പിന്നെ അത്ഭുതകർമ്മം ചെയ്യുന്നവനും യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നവനും മഹാത്മാവും ആയ ജഗ്നു മഹർഷിയുടെ യാഗസ്ഥലത്തെയും ഗംഗ വെള്ളം കൊണ്ട് മുക്കി. ഹേ രാഘവ, അവളുടെ ഗർവത്തെ അറിഞ്ഞ് ജഗ്നു മഹർഷിയും കോപം പൂണ്ടവനായി ഗംഗയിലുള്ള വെള്ളം മുഴുവനും അത്യത്ഭുതകരമാവണ്ണം പാനം ചെയ്തു കളഞ്ഞു. അനന്തരം അത്യാശ്ചര്യം പൂണ്ടവരായ ഗന്ധർവ സഹിതന്മാരായ ദേവന്മാരും ഋഷികളും മഹാത്മാവും പുരുഷശ്രേഷ്ഠനും ആയ ജഗ്നു മഹർഷിയെ വണങ്ങുകയായി. ഗംഗയെയും ആ മഹാത്മാവിൻ്റെ പുത്രി എന്നുള്ള ഭാവം കൈക്കൊണ്ടവളാക്കി. അതിനാൽ മഹാതേജസ്വിയായ അദ്ദേഹം സന്തുഷ്ടനായി 2 ചെവികളിൽ കൂടി വീണ്ടും ആ ഗംഗയെ വിട്ടയച്ചു. അക്കാരണത്താൽ ജഗ്നുപുത്രിയായ ഗംഗ ജാഹ്നവി എന്നും പറയപ്പെടുന്നു. ജഗാമച പുനർഗംഗാ ഭഗീരഥരഥാനുഗാ വിവേശസാഗരം ചാപി സാ സരിത്പ്രവരാ തഥാ രസാതലമുഖ ഉപാഗച്ഛത് സിദ്ധ്യർത്ഥം തസ്യ കർമ്മണ ഭഗീരഥോऽപി രാജർഷി ഗംഗാമാദായ യജ്ഞത പിതാമഹാൻ ഭസ്മകൃതാനപശ്യദ്ദീനചേതന അഥ തത്പസ്മനാം രാശിം ഗംഗാസലിലമുത്തമം പ്ലാവയദ്ധൂതപാത്മാന സ്വർഗം പ്രാപ്താ രഘൂത്തമാ. ഗംഗ വീണ്ടും ഭഗീരഥൻ്റെ രഥത്തെ പിന്തുടർന്നുകൊണ്ട് ചെന്നു. ശ്രേഷ്ഠ നദിയായ അവൾ സമുദ്രത്തെയും പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലസിദ്ധിക്കായി പാതാള ലോകത്തെ പ്രാപിച്ചു. രാജർഷിയായ ഭഗീരഥ ചക്രവർത്തിയും തൻ്റെ ശുദ്ധവൈരാഗ്യത്താൽ ഗംഗയെ കൊണ്ടുവന്ന ശേഷം വെണ്ണീറാക്കപ്പെട്ടവരായ തൻ്റെ മുത്തച്ഛന്മാരെ അത്തൽ പൂണ്ട മനസ്സാർന്നവനായി വീക്ഷണം ചെയ്തു. പിന്നെ ആ ചാരക്കുന്നിനെ ആ ഉത്തമമായ ഗംഗാജലം നനച്ചു. ഹേ രഘുകുല ശ്രേഷ്ഠ, പാപം പോക്കപ്പെട്ടവരായി അവർ സ്വർഗലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യെ ബാലകാണ്ഡേ 43 സർഗ 43 സർഗം സമാപ്തം. നമസ്തേ.